ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് OA പോലുള്ള 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 50-day ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചയ്ക്ക് മേലെയായി നമ്മുടെ ടൈം ടേബിൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ ടൈം ടേബിൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക. 50-day ടൈം ടേബിൾ 10th പ്രിലിംസ് 50-day ടൈം ടേബിളിൻ്റെ ലിങ്ക്, ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കുക. ഇനി നമുക്ക് സമയമുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ ഞാൻ ഡെയിലി ഇടാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിളാണ്. നമ്മൾ എക്സാമിന് മുന്നേ തന്നെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുകയും ചെയ്യും. അതേപോലെ ഇതിൻ്റെയൊക്കെ PDF നോട്ടുകൾ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് താപവും ഊഷ്മാവും എന്ന് പറയുന്ന ഫിസിക്സിലെ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എല്ലാം പ്രീവിയസ് ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ CRT NCERT ചാപ്റ്ററിലുള്ള പോയിന്റ്സ് കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എന്താണ് താപം? താപവും ഊഷ്മാവും എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ താപം എന്നും ഊഷ്മാവ് എന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിലുള്ള തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് എന്തെന്ന് പറയുന്നത്? താപം. എന്നാൽ ഊഷ്മാവ് എന്ന് പറഞ്ഞാലോ അത് ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് എന്തെന്ന് പറയുന്നത്? ഊഷ്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ താപം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവാണ്. അപ്പോൾ ഈ താപോർജത്തെക്കുറിച്ചും ഈ ഭൗതിക പ്രക്രിയയിലുള്ള ഊർജ്ജമാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുക. ഈ താപോർജത്തെക്കുറിച്ചൊക്കെയുള്ള പഠനത്തിനെ തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കും. ഇനി അതേപോലെ തന്നെ ഈ താപം ഒരു ഊർജ്ജമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താപം ഒരു ഊർജ്ജമാണ്, താപം എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. അതുകൊണ്ട് തന്നെ താപത്തിൻ്റെ യൂണിറ്റ് നമ്മൾ എന്തിലാ പറയുക? ജൂളിലാണ് പറയുക. താപത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. എന്ത് യൂണിറ്റ്? SI യൂണിറ്റ്. താപത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അപ്പോൾ താപം മറ്റൊരു യൂണിറ്റിലൂടെ പറയാറുണ്ട്, അളക്കാറുണ്ട്. അതേതാണ്? കലോറി എന്ന് പറയുന്നതും താപത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ്. SI യൂണിറ്റ് അല്ല, SI യൂണിറ്റ് ജൂളാണ്. പക്ഷേ കലോറിയും താപത്തിൻ്റെ യൂണിറ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഈ കലോറി, ഇതിൻ്റെ ഒരു റിലേഷൻ PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഒരു കലോറി എന്ന് പറയുന്നത്? കലോറിയും ജൂളും തമ്മിലുള്ള ആ റിലേഷൻ. ഒരു കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4.2 ജൂളാണ്. 4.2 ജൂളാണ്. PYQ ആണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജമാണ് ഊഷ്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഊഷ്മാവ് അളക്കാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? തെർമോമീറ്റർ ആണ് യൂസ് ചെയ്യുക. ഊഷ്മാവ് അളക്കാൻ യൂസ് ചെയ്യുന്നത് തെർമോമീറ്റർ ആണ്. അപ്പോൾ തെർമോമീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൽ ദ്രാവകമായിട്ട് ഉപയോഗിക്കുന്നത് എന്താ? മെർക്കുറിയാണ് ഉപയോഗിക്കുക. ഇത് ഉയർന്ന താപനില അളക്കാനാണ് പൈറോമീറ്റർ. ഉയർന്ന താപനില. ഊഷ്മാവ് തന്നെ താപനില എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ്. താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താ? ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് ഈ ഊഷ്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഉയർന്ന താപനില അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഇത് താപനില അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ഉയർന്ന താപനില അളക്കാൻ വേണ്ടി പൈറോമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ക്രയോമീറ്റർ എന്തിനായിരിക്കും? താഴ്ന്ന താപനില അളക്കാൻ വേണ്ടിയിട്ടാണ് ക്രയോമീറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ താഴ്ന്ന താപനിലയെ പറ്റിയുള്ള പഠനം, ഈ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്രയോ. ഈ ക്രയോ എന്നുള്ള വേർഡ് താഴ്ന്ന താപനിലയാണ് കാണിക്കുന്നത്. താഴ്ന്ന താപനില അളക്കാൻ വേണ്ടി ക്രയോമീറ്റർ യൂസ് ചെയ്യും. താഴ്ന്ന താപനിലയെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജെനിക്സ് എന്ന് പറയുന്നത്. ക്രയോജെനിക്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ പറഞ്ഞു ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് ഊഷ്മാവ് അല്ലെങ്കിൽ താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ താപനില കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? താപനില കൂട്ടിക്കഴിഞ്ഞാൽ ഈ വസ്തുക്കളുടെ ഗതികോർജ്ജവും കൂടും. താപനില കൂട്ടിക്കഴിഞ്ഞാൽ ഈ വസ്തുക്കളിലുള്ള തന്മാത്രകളുടെ ഗതികോർജ്ജവും എന്താണ്? കൂടും. താപനില നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജ്ജവും അവിടെ എന്താണ്? വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഇവിടെ തന്മാത്രകളുടെ ഗതികോർജ്ജം 0 മാറുന്ന താപനിലയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് ഗതികോർജ്ജം അവിടെ കൂടും. ഈ തന്മാത്രകളുടെ ഗതികോർജ്ജം 0 ആകുന്ന ആ താപനില
പൂജ്യമാകുന്ന ആ താപനിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അബ്സല്യൂട്ട് സീറോ. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഓക്കെ, അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അത് എത്രയാ? -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ 0 കെൽവിൻ എന്നാണ് നമ്മൾ വിളിക്കുക. അത് എന്താണ്? തന്മാത്രകളുടെ ഗതികോർജ്ജം പൂജ്യമായി മാറുന്ന താപനിലയാണ്. അതായത് ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായിട്ടും നിലയ്ക്കുന്ന ഊഷ്മാവ്. ഗതികോർജ്ജം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചലനമില്ല. അപ്പോൾ തന്മാത്രകളുടെ ചലനം നിലയ്ക്കുന്ന ഊഷ്മാവ് ഏതാണെന്ന് ചോദിച്ചാൽ തന്മാത്രകൾക്കൊന്നും ചലനമില്ലാത്ത ആ താപനില അതേതാണ്? അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ആണ്. അത് 0 കെൽവിൻ ആണ്, അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മളതിനെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത് എന്താ? യൂണിറ്റുകളാണ്. എന്തിൻ്റെ? താപനിലയുടെ. നമ്മൾ പറഞ്ഞു താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്, പിന്നെ കലോറി എന്ന് പറയുന്ന ഒരു യൂണിറ്റും ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ താപനിലയ്ക്കും യൂണിറ്റുകളുണ്ട്. നമ്മൾ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അതേപോലെ തന്നെ ഏതാ? കെൽവിൻ ഉണ്ട്. ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. അപ്പോൾ ഇതിൻ്റെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കെൽവിനാണ്. SI യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെൽവിനാണ്. പക്ഷേ സാധാരണയായിട്ട് നമ്മൾ താപനില അളക്കുന്ന യൂണിറ്റ്, താപനില നമ്മൾ സാധാരണയായിട്ട് അളക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ് സാധാരണ താപനില അളക്കുക. അതിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെൽവിനാണ്. അപ്പോൾ ഈ സെൽഷ്യസ് സ്കെയിൽ ആവിഷ്കരിച്ച വ്യക്തി, ഡിഗ്രി സെൽഷ്യസിൻ്റെ സെൽഷ്യസ് സ്കെയിൽ ആവിഷ്കരിച്ച വ്യക്തി ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. പണ്ട് PSC ചോദിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ സെൽഷ്യസ് സ്കെയിൽ ആവിഷ്കരിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. കെൽവിൻ സ്കെയിൽ ആവിഷ്കരിച്ചത് ആരാ? ലോർഡ് കെൽവിൻ ആണ്. ഫാരൻഹീറ്റ് സ്കെയിൽ ആവിഷ്കരിച്ചത് ആരാണ്? ഗബ്രിയേൽ ഡാനിയൽ ഫാരൻഹീറ്റ് ആണ് ഫാരൻഹീറ്റ് സ്കെയിൽ ആവിഷ്കരിച്ചത് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ ഓരോ സ്കെയിലുകളിലും ഈ സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ്, അതായത് സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ആ താപനില, ഒരേ മൂല്യം കാണിക്കുന്ന ആ ഊഷ്മാവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? ഒരു ഊഷ്മാവിൽ ആ സെൽഷ്യസ് സ്കെയിലിലെ വാല്യൂം ഫാരൻഹീറ്റിലെ സ്കെയിലിലെ വാല്യൂം സെയിം ആയിരിക്കും. അപ്പോൾ സെൽഷ്യസിലെയും ഫാരൻഹീറ്റിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ്? -40 ആണ് കേട്ടോ. -40 ആണ് ആ ഊഷ്മാവ് എന്ന് പറയുന്നത്. അതേപോലെ ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് 574.25. ഇനി സെൽഷ്യസ് സ്കെയിലിലും അതുപോലെ കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ്, അങ്ങനെ ഒരു വാല്യൂ അവിടെ ഇല്ല. ഇതിൽ ഒരേ മൂല്യം അവർ കാണിക്കില്ല. സെൽഷ്യസിലും കെൽവിനിലും കൂടിയിട്ട് ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവില്ല. അപ്പോൾ സെൽഷ്യസും ഫാരൻഹീറ്റും ഒരേപോലെ കാണിക്കുന്നത് -40ലാണ്. ഫാരൻഹീറ്റും കെൽവിനും ഒരുപോലെ കാണിക്കുന്നത് 574.25ലാണ്. സെൽഷ്യസും സ്കെയിലും ഒരേ മൂല്യം, സെൽഷ്യസും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്നില്ല എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഇനി എന്താണ്? തെർമോമീറ്റർ. നമ്മൾ പറഞ്ഞു തെർമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? താപനില അളക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഗലീലിയോ. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. അപ്പോൾ മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാ? മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. ഗബ്രിയേൽ ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ, ശരീര താപനില അളക്കുന്ന ഉപകരണമാണിത്. ശരീര താപനില അളക്കാനാണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ ശരീര താപനില അളക്കാൻ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അതിലെ സ്കെയില്, ക്ലിനിക്കൽ തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്ന സ്കെയിൽ ഏതാ? ഫാരൻഹീറ്റ് സ്കെയിലാണ് കേട്ടോ. ഫാരൻഹീറ്റ് സ്കെയിൽ. നമ്മൾ പറഞ്ഞു കെൽവിൻ ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീര താപനില നമ്മൾ ഫാരൻഹീറ്റ് സ്കെയിലാണ് പറയുക ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ. അപ്പോൾ ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചിട്ടുള്ളതെന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ തെർമോമീറ്ററിൻ്റെ ഒക്കെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ദ്രാവകം നമ്മൾ പറഞ്ഞു, അതിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിലൊക്കെ കാണപ്പെടുന്നത് മെർക്കുറിയാണ്. ഇനി താപീയ വികാസം എന്താണ് താപീയ വികാസം എന്ന് പറഞ്ഞാൽ ഏതൊരു സബ്സ്റ്റൻസിലേക്കും ചൂട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും.
കാരണം അതിൽ ചൂട് കൊടുക്കുമ്പോൾ അതിൽ തന്മാത്രകളുടെ ഗതികോർജ്ജം കൂടുന്നു, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ താപീയ വികാസം അല്ലെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുക. താപനില വർധനയുടെ ഫലമായിട്ട് ഒരു വസ്തുവിൻ്റെ വലുപ്പത്തിലുണ്ടാകുന്ന വർധനവ്, താപനില കൂട്ടുമ്പോൾ അതിൻ്റെ വലിപ്പം ജസ്റ്റ് ഒന്ന് വലുതാവുന്നതിനെയാണ് താപീയ വികാസം എന്ന് പറയാം. അപ്പോൾ അതൊരു ബോഡിയുടെ, ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആണ്, അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷനാണ് അപ്പോൾ അവിടെ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. ഇത് വലുതാവുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയമെൻഷനിലാണ് അവിടെ ചേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ പല രീതിയിൽ മാറാം. അതായത് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് മാറാം, നീളത്തിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ പരപ്പളവിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തം വോള്യത്തിൽ വ്യത്യാസം വരാം. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ താപം കൊടുക്കുമ്പോൾ അത് വികസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഏത് ഡയമെൻഷന് വേണമെങ്കിലും ചേഞ്ച് ഉണ്ടാവാം. അപ്പം 3 തരത്തിലുള്ള താപീയ വികാസമാണ് ഉള്ളത്. 3 തരത്തിലുള്ള താപീയ വികാസമുണ്ട്. എന്തൊക്കെയാ? ഒന്ന് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത്തിലാണ് അവിടെ എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. ഏരിയ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ പരപ്പളവിലാണ് അവിടെ എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. വോള്യം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളളവിലാണ് എന്ത് സംഭവിക്കുന്നത്? വികാസം സംഭവിക്കുന്നത്. അപ്പോൾ ലീനിയർ എക്സ്പാൻഷൻ നമ്മൾ പറയും രേഖാവികാസം. നീളം ആണ് രേഖീയ വികാസം എന്ന് വിളിക്കും. രേഖീയ വികാസം. ഏരിയ എന്ന് പറയുമ്പോൾ പരപ്പളവ് വികാസം, ഇത് ഉള്ളളവ് വികാസം. ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ താപം കൊടുക്കുമ്പോൾ ഈ 3 ഡയമെൻഷൻസിനാണ് ചേഞ്ച് വരിക. അത് ഓരോ ബോഡീനനുസരിച്ച് ഇരിക്കും. അപ്പോൾ ഈ താപീയ വികാസം നമ്മൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്താ? ഇത് പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ ഈ റെയിൽവേ പാളം, അപ്പോൾ റെയിൽവേ പാളം ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ റെയിൽവേ പാളത്തിൻ്റെ ഈ ഭാഗത്ത് നമ്മളൊരു വിടവിടും. ഈ റെയിൽവേ പാളത്തിൻ്റെ ഇവിടെ ഒരു വിടവ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായി. ചൂടടിക്കുമ്പോൾ ഇതിൽ ഹീറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ റെയിൽവേ പാളം ഇവിടെ എക്സ്പാൻഡ് ചെയ്യും. ഇവിടെ നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ ഇത് ഇതിൻ്റെ മുകളിൽ കൂടെ എക്സ്പാൻഡ് ചെയ്ത് പോകും. അപ്പോൾ അത് അപകടങ്ങൾക്കൊക്കെ കാരണമാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റെയിൽവേ പാളത്തിലൊക്കെ വിടവിട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ കോൺക്രീറ്റ് പാളങ്ങളിലും ഒക്കെ നമ്മൾ വിടവുകൾ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ വിടവ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഈ താപീയ വികാസം കൊണ്ടാണ്. ടെമ്പറേച്ചർ ചൂട് കൂടുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഒരു ചില്ല് പാത്രത്തിലേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള കാരണം എന്താ? ഈ ചില്ല് പാത്രത്തിൻ്റെ താപചാലകത കുറവായതുകൊണ്ടാണ്. ചില്ല് പാത്രം ഈ താപത്തെ അങ്ങനെ കിടത്തി വിടില്ല. അപ്പോൾ താപചാലകത അതിൻ്റെ കുറവായതുകൊണ്ടാണ് ആ ചില്ല് പാത്രം പൊട്ടിപ്പോകാനുള്ള കാരണം. ഇതൊക്കെ +1 ടെക്സ്റ്റിലുള്ള കുറച്ച് ഫാക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ വരുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് താപപ്രേഷണമാണ്. താപപ്രേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, ഹോട്ട് വാട്ടറാണ്. ഇതിനെ ഞാനൊരു തണുത്ത വെള്ളം എടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൽ തണുത്ത വെള്ളമാണുള്ളത്, ഈ വലിയ ബീക്കറിൽ തണുത്ത വെള്ളമാണ്, ഈ ചെറിയൊരു പാത്രത്തിൽ ഹോട്ട് വാട്ടറുമാണ് ഉള്ളത്. കുറച്ച് നേരം നമ്മളിത് ഇവിടെ വെക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഇതിൽ നിന്ന് ചൂട് ഇതിലേക്ക് പോകും അല്ലേ. ഈ ചൂടുള്ള പാത്രത്തിൽ നിന്ന് ഈ തണുത്ത വെള്ളത്തിലേക്ക് ചൂട് ട്രാൻസ്ഫർ ആവാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണ്? ഇതിൻ്റെ ടെമ്പറേച്ചറും വേറെയാണ് അല്ലേ. ഈ ചൂടുള്ള വസ്തുവിന് ടെമ്പറേച്ചർ കൂടുതല, തണുത്ത വെള്ളത്തിന് ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഈ ഊഷ്മാവിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ആ താപനിലയിലുള്ള ഡിഫറൻസ് വന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിച്ചത്? ഇവിടെ ഇങ്ങനെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ, ഇവിടെ നിന്ന് ഇവിടേക്ക് എനർജി ട്രാൻസ്ഫർ ആയി പോയത്, ഹീറ്റ് ട്രാൻസ്ഫർ ആയി പോയത്. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് ഇങ്ങനെ താപം പ്രേഷണം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? താപനിലയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ താപപ്രേഷണം നടക്കുന്നത് 2 ബോഡികളുടെയും താപനിലയിലുള്ള വ്യത്യാസം കാരണമാണ്. താപനിലയിലുള്ള വ്യത്യാസം. കാര്യം എന്താണെന്ന് മനസ്സിലായാലും. ഇപ്പോൾ നമ്മുടെ ചൂടുള്ളൊരു വെള്ളമുണ്ട്, ഇവിടെ തണുത്ത വെള്ളമുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരും ടെമ്പറേച്ചർ വേറെയാണ്. അപ്പോൾ ചൂടുള്ളിടത്തുനിന്ന് തണുത്തതിലേക്ക് എന്ത് എനർജി ട്രാൻസ്ഫർ ആവും? ഹീറ്റ് ട്രാൻസ്ഫർ ആവും. ആ ഹീറ്റ് ട്രാൻസ്ഫർ ആവാൻ കാരണം അവരുടെ രണ്ടുപേരുടെയും താപനിലയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ 3 രീതിയിൽ നടക്കും. താപപ്രേഷണത്തിനായിട്ട് 3 രീതികളുണ്ട്. ഏതൊക്കെയാ? ചാലനം, സംവഹനം, വികിരണം. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഇംഗ്ലീഷിൽ എന്താ പറയുക? കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും. ചാലനം, സംവഹനം, വികിരണം. അപ്പോൾ ആദ്യം നമുക്ക് ചാലനം എന്താണെന്ന് പഠിക്കാം. ചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഗ്യാസിൽ ഒരു പാത്രം നമ്മൾ കൈകൊണ്ട് പിടിച്ച് വെക്കാന്ന് വെക്കുക, ഒരു പിടിയുള്ള ഒരു പാത്രം, അത് നോൺ സ്റ്റിക്കിൻ്റെ ഒന്നല്ല, സാധാരണ പതിവ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിയുള്ള ഒരു പാത്രമുണ്ട്. ഇത് നമ്മൾ ഗ്യാസിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക?
അല്ലെങ്കിൽ ഒരു ചട്ടുക ആണെന്ന് വിചാരിച്ചോ. ഇവിടെ ഗ്യാസിലേക്ക് കാണിച്ചാൽ ഈ ചൂട് ഈ ചട്ടുകത്തിലേക്ക് വന്ന് അത് എന്താ ഈ പിടി വഴി നമ്മുടെ കയ്യിലേക്ക് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അങ്ങനെയല്ലേ ഇപ്പം നമ്മളൊരു സ്പൂണ് ഗ്യാസുമ്പോൾ കുറച്ച് നേരം പിടിച്ച് നിന്ന് എന്താ ഉണ്ടാവുക, സ്പൂണ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈയും ചൂടാവും. അപ്പോൾ ഹീറ്റ് നമ്മുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. നമ്മുടെ കൈയും ഈ തവിയും തമ്മിൽ ഇത് കണ്ടോ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്. ഇങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്റ്റിലുള്ളപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് ചാലനം. ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഇവിടെ ഉണ്ട്, ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും അങ്ങനെയല്ല. ചാലനം എന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് കേട്ടോ, ഇതിലൊക്കെ തന്മാത്രകൾ ഉണ്ടല്ലോ, ഈ തന്മാത്രയിൽ നിന്ന് ചൂട് ഇതിലേക്ക് കൈമാറ്റം ചെയ്യും, പിന്നെ ഇതിലേക്ക് കൈമാറ്റം ചെയ്യും, ഇതിലേക്ക് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ തന്മാത്രകൾ ഇവിടെ നിന്ന് നീങ്ങുന്നില്ല. തന്മാത്ര ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറുക, ഈ തന്മാത്ര ഇങ്ങോട്ടേക്ക് മാറുക, അങ്ങനെയല്ല. ഈ ഒരു തന്മാത്രയിലുള്ള ചൂട് തൊട്ടടുത്തേക്ക് അത് കൊടുക്കും, അത് അതിൻ്റെ തൊട്ടടുത്തേക്ക് കൊടുക്കും. അതായത് ഇവിടെ കൈമാറ്റ രീതി, കൈമാറ്റം ചെയ്യപ്പെടുകയാണ്, കൈമാറ്റം ചെയ്യപ്പെടുക. അല്ലാണ്ട് തന്മാത്ര അവിടെ ചലിക്കുന്നില്ല. തന്മാത്രകളുടെ ചലനം അവിടെ ഇല്ല. തന്മാത്രകളുടെ ചലനം ഇല്ല. തന്മാത്രകളുടെ ചലനം നടക്കുന്നില്ല. അവരുടെ കമ്പനം മൂലം എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ കമ്പനം മൂലമോ അല്ലെങ്കിൽ ഈ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് മൂലമോ നമുക്കും ചൂട് കിട്ടും. ആ ഒരു രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഖരപദാർത്ഥങ്ങളിലാണ് ഈ ഇത്തരത്തിലുള്ള പ്രേഷണ രീതി ഉപയോഗിക്കുക. ഖരപദാർത്ഥങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാവുക, ഖരപദാർത്ഥങ്ങളിലാണ്. അപ്പം ഇങ്ങനെ ചാലനം വഴി താപത്തെ നന്നായി കടത്തി വിടുന്നത് കണ്ടോ. അപ്പോൾ ഇതിവിടെ താപത്തെ കടത്തി വിട്ടത് കൊണ്ടാണ് നമ്മുടെ കയ്യിലേക്ക് എത്തിയത്. ഇനി അല്ല, ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ പിടിയിലാണ് പിടിക്കണമെങ്കിലോ, നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ഈ പിടി എന്ന് പറയുന്നത് ബേക്കലൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് താപത്തെ കടത്തി വിടില്ല, അതുകൊണ്ട് നമുക്ക് ചൂടാവില്ല. പക്ഷെ താപത്തെ ഇങ്ങനെ കടത്തി വിടുന്ന ആൾക്കാരെ നമ്മൾ സുചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. സുചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്. അതേതൊക്കെയാണ്? ലോഹങ്ങളൊക്കെ കണ്ടക്ടേഴ്സ് ആണ്. എന്നാൽ ഈ താപം കടത്തി വിടാത്ത ആൾക്കാരാണ് കുചാലകങ്ങൾ. അതേതൊക്കെയാണ്? തടി, ബേക്കലൈറ്റ്. തടിയും ബേക്കലൈറ്റും ഒക്കെ എന്താണ്? നോൺ കണ്ടക്ടേഴ്സ്, കുചാലകങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ പേപ്പറും അത് എന്തിനെ കടത്തിവിടില്ല? താപത്തെ കടത്തിവിടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രഷർ കുക്കറിൻ്റെ പിടി, അതേപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഒക്കെ പിടി ബേക്കലൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പിടിച്ചാലും ഗ്യാസിൽ വെച്ചിരിക്കുന്ന ആ പാത്രം, ചൂടുള്ള പാത്രത്തിൻ്റെ ആ പിടിയിൽ പിടിച്ചാലും നമുക്ക് ചൂട് കൊള്ളില്ല. കാരണം അത് താപത്തെ കടത്തിവിടില്ല. ആ സമയത്ത് വേറെ ഏതെങ്കിലും അലുമിനിയം പാത്രമൊക്കെ നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കൈ പൊള്ളും. കാരണം അത് താപത്തെ കടത്തിവിടും. അപ്പോൾ അവിടെ താപം കടന്നു പോകുന്നത് തന്മാത്രകളുടെ ചലനം മൂലമല്ല. തന്മാത്രകൾ ഈ താപത്തെ ഇങ്ങനെ കൈമാറ്റം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരുടെ കമ്പനം മൂലമാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഖരപദാർത്ഥങ്ങളിലാണ് ഇത് കൂടുതലും നടക്കുന്നത്. ഇനി അടുത്തതാണ് എന്ത്? സംവഹനം. സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോലെയല്ല. ഇവിടെ തന്മാത്രകളുടെ ചലനം മൂലമാണ്. തന്മാത്രകളുടെ ചലനമാണ് ഇവിടെ നടക്കുന്നത്. തന്മാത്രകളുടെ ചലനം മൂലമാണ് ഇവിടെ സംവഹനം, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. അപ്പോൾ ഇത് കൂടുതലും ഫ്ലൂയിഡ്സിലാണ് ഉണ്ടാവുക. ഫ്ലൂയിഡ്സ്, ദ്രവ്യങ്ങളിലാണ് കൂടുതലും കാണപ്പെടുക. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ലിക്വിഡും വരാം, അല്ലെങ്കിൽ ഗ്യാസും വരാം. ലിക്വിഡിലോ ഗ്യാസിലോ ഈ രീതിയിലുള്ള ഒരു താപപ്രേഷണ രീതിയാണുള്ളത്. സംവഹനമാണ്. തന്മാത്രകളുടെ ചലനം മൂലമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ദ്രവ്യത്തിൻ്റെ യഥാർത്ഥ ചലനം കൊണ്ടുള്ള താപപ്രേഷണ രീതിയാണ്. അതിനുള്ള എക്സാമ്പിളാണ് കടൽക്കാറ്റും കരക്കാറ്റും. കടൽക്കാറ്റ്, കരക്കാറ്റ്. കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുക. കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുക. കടലിലേക്കാണ് കാറ്റ് വീശുന്നത്. അപ്പോൾ കരക്കാറ്റ് എപ്പോഴാണ് ഉണ്ടാവുക? രാത്രിയിലാണ്. കടൽക്കാറ്റാണെങ്കിൽ പകലാണ്, ഡേ ടൈമിലാണ് കടൽക്കാറ്റ് ഉണ്ടാവുക, രാത്രിയിലാണ് കരക്കാറ്റ് ഉണ്ടാവുക. അപ്പോൾ കടൽക്കാറ്റും കരക്കാറ്റും സംവഹനത്തിന് എക്സാമ്പിളാണ്. തന്മാത്രകളുടെ ചലനം മൂലമാണ് ഇവിടെ ഇത് നടക്കുന്നത്. ഇത് കൂടുതലും ലിക്വിഡ്സിലോ അല്ലെങ്കിൽ ഗ്യാഷ്യസിലോ ഉള്ള താപപ്രേഷണ രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ കടൽക്കാറ്റ്, കരക്കാറ്റ്, വാണിജ്യവാദങ്ങൾ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് വികിരണം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ചാലനമാണെങ്കിലും സംവഹനമാണെങ്കിലും അവിടെയൊക്കെ എന്താവശ്യമുണ്ട്? ഒരു മാധ്യമം. ഈ ഹീറ്റിന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു മാധ്യമം അവിടെ ആവശ്യമുണ്ട്. പക്ഷെ മാധ്യമത്തിൻ്റെ സഹായം ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതാണ് വികിരണം. മാധ്യമത്തിൻ്റെ ആവശ്യമില്ലാതെ താപപ്രേഷണ രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് വരുന്നത്. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് എത്തുന്നത് എന്ത് വഴിയാണ്? വികിരണം വഴിയാണ്. പിന്നെ അതുപോലെ തന്നെ ബൾബ്, കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ആൾക്ക് താപം ലഭിക്കുന്നതിന് കാരണവും എന്താ? വികിരണമാണ്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ആൾക്ക്.
ബൾബിന് താഴെ നിൽക്കുന്ന ആൾക്ക് എന്ത് കിട്ടും? ചൂട് കിട്ടും, താപം കിട്ടും. കാരണം വികിരണമാണ്. താഴെ നിൽക്കുന്ന ആൾക്ക് താപം കിട്ടാൻ കാരണം, ആൾക്ക് താപം ലഭിക്കാൻ കാരണം എന്താണ്? വികിരണമാണ്. അതേപോലെ തന്നെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തതായിരിക്കാൻ കാരണം ഇതാണ് കേട്ടോ. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം ഇതാണ്. അപ്പോൾ ഇതെന്താ? മാധ്യമം ഇല്ലാതെയാണ് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്. ബൾബിന് താഴെ നിൽക്കുന്ന ആൾക്ക് താപം ലഭിക്കാൻ കാരണം എന്താ? വികിരണമാണ്. അപ്പോൾ ഇനി നമുക്കറിയാം, ഈ താപത്തെ ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്ന നിറം, ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്ന എന്തിനെ? താപത്തെ. ഓക്കെ, താപത്തെ കൂടുതൽ ആഗിരണം ചെയ്യുന്ന നിറം ഏതാ? കറുപ്പാണ്. വെള്ളയാണെങ്കിൽ താപത്തെ കുറവ് ആഗിരണം ചെയ്യുന്ന നിറം, അത് പ്രതിഫലിപ്പിക്കുക ചെയ്യുക, അത് വെള്ളയാണ്. ആഗിരണം ചെയ്യുന്നത് കറുപ്പും നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത് വെള്ളയുമാണ്. ഇനി എന്താണ് താപധാരിത? താപധാരിത എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ താപനില, താപധാരിത മീൻസ് ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്താക്കണം? 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തണം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ എത്ര താപം അതിന് കൊടുക്കണം? ഉയർത്താൻ എത്ര താപം അതിന് കൊടുക്കണം? അതാണ് താപധാരിത. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപത്തിൻ്റെ അളവാണ് താപധാരിത എന്ന് പറയുന്നത്. അതിലെ ഒരു സ്പെഷ്യൽ കേസാണ് വിശിഷ്ട താപധാരിത. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതും ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപം തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനിലയാണ് നമ്മളിവിടെ വർദ്ധിപ്പിക്കുന്നത്. 1 കിലോഗ്രാം മാസുള്ള 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ, താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള താപത്തിൻ്റെ അളവ്. ഓക്കെ, 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള താപത്തിൻ്റെ അളവാണ് വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. അതായത് ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്, ഇത് ഡിനോമിനേറ്ററിലാണ് വരിക, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അപ്പോൾ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാ? ജലമാണ്. അതിൻ്റെ വിശിഷ്ട താപധാരിത എത്രയെന്ന് പഠിക്കണം. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. എന്നാൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഇത്? ഹൈഡ്രജൻ. ഇനി വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം, ഇത് ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ്. അതേപോലെ കൂടുതലുള്ള മൂലകം. വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം എന്ന് പറയുന്നത് ഏതാ? സ്വർണ്ണമാണ്. കുറവുള്ള പദാർത്ഥം സ്വർണ്ണമാണ്. അപ്പോൾ താപധാരിത എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപമാണ്. അത് 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനിലയാണ് നമ്മൾ 1 കെൽവിൻ ഉയർത്തുന്നതെങ്കിൽ അതിനെ വിശിഷ്ട താപധാരിത എന്ന് വിളിക്കും. ഇതിൻ്റെ യൂണിറ്റാണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇതിൽ ഏറ്റവും കൂടുതലുള്ള വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. ഏറ്റവും കുറവുള്ളത് സ്വർണ്ണമാണ്. ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനുമാണ്. അപ്പോൾ ജലത്തിനാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് എവിടെ നമ്മൾ യൂസ് ചെയ്യും? എൻജിനുകളിലൊക്കെ റേഡിയേറ്ററുകളിൽ കൂളൻ്റായിട്ട് ജലം ഉപയോഗിക്കാൻ കാരണം ഇതാണ്. എൻജിനുകളിലെ റേഡിയേറ്ററുകളിൽ കൂളൻ്റായിട്ട് ജലം ഉപയോഗിക്കാൻ കാരണം എന്താണ്? ജലത്തിൻ്റെ ഹൈ വിശിഷ്ട താപധാരിത കാരണമാണ്. അതേപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് ബാധിക്കാത്തതും ഇതുകൊണ്ടാണ്. അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഈ പെട്ടെന്നുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് ബാധിക്കാത്തതും ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത കൊണ്ടുള്ള ഗുണം കൊണ്ടാണ്. അതുകൊണ്ട് ഓർത്തിരിക്കാം. ഇനി എന്താ നമുക്ക് പഠിക്കേണ്ടത്? അതിദ്രവത്വം എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർ ഫ്ലൂയിഡിറ്റിയാണ്. അതിദ്രവത്വം മീൻസ് സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ ഉയർന്ന താപനിലയിൽ അതിദ്രവത്വം എന്ന് പറഞ്ഞാൽ ഉയർന്ന താപനിലയിൽ, അവിടെ താപനില വളരെ കൂടുതലായിരിക്കും. ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാകും. ഓക്കെ, ചില ദ്രാവകങ്ങളുടെ എന്ത്? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ്രാവകം നമ്മളിങ്ങനെ ഒഴുകുമ്പോൾ അതിനെതിരായിട്ടുണ്ടാകുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ചില ഉയർന്ന താപനിലയിലെ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായിട്ട് ഇല്ലാതാവും, 0 ആയിട്ട് മാറും. അപ്പോൾ അതായത് സുഖമായിട്ട് അതിനിങ്ങനെ ഒഴുകി വരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കണേ, ഹണിയൊക്കെ ആണെങ്കിൽ, ഗ്ലിസറിൻ, അതൊക്കെ കട്ടിയുള്ള ദ്രാവകങ്ങളാണ് അല്ലേ? അതിനൊക്കെ വിസ്കോസിറ്റി കൂടുതലാണെന്നാണ് നമ്മൾ പറയുക. പക്ഷേ വാട്ടറൊക്കെ ആണെങ്കിലോ, ഇപ്പോൾ ഇവിടെ വാട്ടറിനെ നമ്മളിവിടെ ഒഴുക്കി വിടുന്നുണ്ട്. ഒരു ഹണി ഒഴുക്കി വിടുന്നുണ്ടെന്ന് വെച്ചാൽ ഹണി മെല്ലെ വരുള്ളൂ.
കാരണം അതിന് വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ടാണ്. വാട്ടർ പെട്ടെന്ന് വരും, അതിന് വിസ്കോസിറ്റി കുറവായതുകൊണ്ടാണ്. അപ്പോൾ ചില ദ്രാവകങ്ങൾ ഉയർന്ന താപനിലയിൽ അതിൻ്റെ വിസ്കോസിറ്റി കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാവും. അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എന്തെന്ന് പറയും? ആ ഒരു പ്രതിഭാസത്തിനാണ് അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറയാം. അപ്പോൾ ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന ആ താപനില, ഓക്കെ, ഒരു ദ്രാവകം എന്തായിട്ട് മാറുക? അതിദ്രാവകമായി മാറുക. അതായത് വിസ്കോസിറ്റി 0 ഉള്ള കണ്ടീഷൻ, അതിദ്രാവകമായി മാറുന്ന ആ താപനില, ആ പോയിന്റിനെ നമ്മൾ ലാംഡ പോയിന്റ് എന്ന് പറയാം. ആ താപനിലയാണ് അതിദ്രാവകമായി മാറുന്ന താപനിലയെ നമ്മൾ എന്ത് വിളിക്കുക? ലാംഡ പോയിന്റ്. അതിൻ്റെ വിസ്കോസിറ്റി 0 ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത് ഈസി ആയിട്ട് മൂവ് ചെയ്യും, അതിന് റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന ആ താപനിലയെ നമ്മൾ ലാംഡ പോയിന്റ് എന്ന് വിളിക്കും. അപ്പം ഇങ്ങനെ അതിദ്രവത്വം കാണിക്കുന്ന മൂലകമാണ് ഏത്? അതിദ്രവത്വം കാണിക്കുന്ന മൂലകമാണ് ഹീലിയം. ഇതേപോലെയുള്ള ഒന്നാണ് അതിചാലകത, അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റി. അതിചാലകത എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന ഊഷ്മാവിൽ, വളരെ താഴ്ന്ന ഊഷ്മാവിൽ എന്താ സംഭവിക്കുന്നത്? വളരെ താഴ്ന്ന ഊഷ്മാവിൽ ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാകും. ഓക്കെ, ചില പദാർത്ഥങ്ങളുടെ താഴ്ന്ന ഊഷ്മാവിൽ ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം, റെസിസ്റ്റൻസ്, വൈദ്യുത പ്രതിരോധം പൂർണ്ണമായിട്ടും ഇല്ലാതാവും. പ്രതിരോധം 0 ആയിട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ആ ഒരു പ്രതിഭാസമാണ് അതിചാലകത. പ്രതിരോധം ഇല്ല എന്ന് പറഞ്ഞാൽ, റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യും അല്ലേ? അതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഈസി ആയിട്ട് വൈദ്യുതിനെ അത് കണ്ടക്ട് ചെയ്യും, അത് റെസിസ്റ്റൻസ് 0 ആയിട്ട് മാറുകയാണ്. അപ്പോൾ അത് കാണിച്ച ആദ്യത്തെ ലോഹം, ഈ അതിചാലകത കാണിച്ച ആദ്യ ലോഹമാണ് മെർക്കുറി. അതിചാലകത കാണിച്ച ആദ്യ ലോഹമാണ് മെർക്കുറി. അപ്പോൾ ഒരു ചാലകത്തിൻ്റെ പ്രതിരോധം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന ആ താപനില, നമ്മളിവിടെ പറഞ്ഞില്ലേ, ഉയർന്ന താപനിലയിൽ ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി 0 ആവുന്നു. ആ വിസ്കോസിറ്റി 0 ആവുന്ന താപനിലയെയാണ് നമ്മൾ ലാംഡ പോയിന്റ് എന്ന് പറയാം. അതേപോലെ ഇവിടെ താഴ്ന്ന ഊഷ്മാവിലാണ് പദാർത്ഥത്തിൻ്റെ വൈദ്യുത പ്രതിരോധം 0 ആവും. ആ വൈദ്യുത പ്രതിരോധം 0 ആവുന്ന ആ താപനില, ഓക്കെ, പ്രതിരോധം 0 ആവുന്ന ആ താപനിലയെ നമ്മൾ ക്രിട്ടിക്കൽ താപനില എന്ന് വിളിക്കും. ക്രിട്ടിക്കൽ താപനില. അപ്പോൾ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടെത്തിയത് ആരാ? അതിചാലകത കണ്ടെത്തിയ വ്യക്തിയാണ് കർമലിംഗ് ഓൺസ്. കർമലിംഗ് ഓൺസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ അതിചാലകത കണ്ടെത്തിയത് എന്നുകൂടെ ഓർത്തിരിക്കുക. ഇനി അവസ്ഥാപരിവർത്തനങ്ങളാണ്. അവസ്ഥാപരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ഖരം ദ്രാവകാവുക, ദ്രാവകം വാതകാവുക, അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവുക. അതിനാണ് അവസ്ഥാപരിവർത്തനം എന്ന് പറയുക. ഒരു വസ്തു താപം, ഇപ്പം ഖരം അതൊരു ഐസ് വാട്ടറായി മാറണമെങ്കിൽ ഐസ് ഉരുകണം അല്ലേ? ഐസ് ഉരുകണമെങ്കിൽ അതിലേക്ക് ചൂട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ചൂടിനെ അത് അബ്സോർബ് ചെയ്യുമ്പോഴാണ് അത് ഉരുകി വാട്ടറായിട്ട് മാറുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ചൂടിനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ചൂടിനെ അത് പുറത്ത് വിടണം. ചൂടിനെ സ്വീകരിക്കുകയോ ചൂടിനെ പുറത്ത് വിടുകയോ ചെയ്യുമ്പോഴാണ് ഒരു വസ്തു മറ്റൊരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതിനെയാണ് നമ്മൾ അവസ്ഥാപരിവർത്തനം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ പല മെത്തേഡ്. ദ്രവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ്രവീകരണം എന്ന് പറഞ്ഞാൽ ഖരം ദ്രാവകമായി മാറുന്ന അവസ്ഥയാണ്. ഖരം ദ്രാവകമായി മാറുന്ന ആ സ്റ്റേറ്റ്, ഖരം ദ്രാവകമായി മാറുന്നതിനെയാണ് നമ്മൾ ദ്രവീകരണം എന്ന് പറയുക. അപ്പോൾ ഈ ഖരം ദ്രാവകമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ദ്രാവകം ആവുമല്ലോ. ഖരം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അത് എന്തായിട്ട് മാറുക? ദ്രാവകമായിട്ട് മാറുക. അപ്പോൾ ഈ ഖരം ദ്രാവകമാകുന്ന ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാവുമല്ലോ, ഈ കുറച്ച് സമയം ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ സമയത്ത് ഖരം പൂർണ്ണമായിട്ടും ദ്രാവകമാവണം. ആദ്യം കുറച്ച് ദ്രാവകവും പിന്നെ ഇങ്ങനെ കുറച്ച് ദ്രാവകമായി അത് പൂർണ്ണമായിട്ടും ദ്രാവകമാകുന്നത് വരെ അതിൻ്റെ ടെമ്പറേച്ചർ അവിടെ എന്തായിരിക്കും? ഒരേപോലെ റിമെയിൻ സെയിം. ടെമ്പറേച്ചർ അവിടെ സെയിം ആയിട്ട് തന്നെ ഇരിക്കും. അതായത് ഇതൊരു തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കുമെന്ന് നമുക്ക് പറയാം. ഖരം ദ്രാവകമാകുന്ന ആ ഒരു സമയമുണ്ട്. ഖരം ഉടനെ തന്നെ ദ്രാവകമാവില്ല. ഇപ്പം ഐസ് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനെ ചൂടാക്കുമ്പോൾ അത് മൊത്തത്തിൽ പെട്ടെന്ന് വാട്ടറായി നമുക്ക് കിട്ടില്ലല്ലോ. കുറേശ്ശെ ഉരുകിയാണ് അത് ഫുള്ളി വാട്ടറാവുക. അപ്പം ഇങ്ങനെ ഉരുകി വാട്ടറാവുന്ന ഇത്രയും സമയം, ഈ സമയത്തൊക്കെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും? റിമെയിൻ സെയിം. അതായത് ഈ ഖരം ദ്രാവകം എന്ന് പറയുന്ന അവസ്ഥകൾക്കിടയിൽ ഇവരൊരു തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, ഈ ഖരം മുഴുവനായിട്ട് ദ്രാവകമാകുന്നവരെ അവർ രണ്ടുപേരും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ആ ഒരു ടെമ്പറേച്ചറിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ദ്രവണാങ്കം എന്ന് പറയുക. അതിനാണ് നമ്മൾ ദ്രവണാങ്കം എന്ന് പറയുക. ഒരു പദാർത്ഥം ഖരത്തിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുമ്പോൾ എന്താണ്? ആ ഖരദ്രാവക അവസ്ഥകൾ ഒരുമിച്ച് തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിലനിൽക്കുന്നു. ആ താപസന്തുലനത്തിൽ നിലനിൽക്കുന്ന ആ താപനിലയാണ് നമ്മൾ ദ്രവണാങ്കം എന്ന് പറയുക.
ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ തിളനില എന്തായിരിക്കും? തിളനില എന്ന് പറഞ്ഞാൽ ദ്രാവകം വാതകമാവുന്നതാണ് അല്ലേ? ബാഷ്പീകരണം, ദ്രാവകം വാതകമാകുന്നത്. അപ്പോൾ ഒരു ദ്രാവകം നമ്മൾ എടുത്തിട്ട് അത് വാതകമാവണം, ഒറ്റയടിക്ക് അത് വാതകമാവില്ല. ഇതിൻ്റെ കുറച്ച് ഭാഗം വാതകമാവുന്നു, പിന്നെ വീണ്ടും ആവുന്നു, അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണ് അത് വാതകമാവുക. അപ്പോൾ ഈ ദ്രാവകം വാതകമാകുന്ന ഈ ഒരു സമയം വരെ ഇവർ തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ആ ഒരു താപനിലേനെയാണ് നമ്മൾ തിളനില എന്ന് പറയുക. അപ്പോൾ തിളനില എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ ദ്രാവകവാതക അവസ്ഥകൾ ആണോ, ദ്രാവകവാതക അവസ്ഥകൾ എന്തിലായിരിക്കും? ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ ഒരുമിച്ച് നിലനിൽക്കുന്ന താപനില. ദ്രാവകവാതക അവസ്ഥയിൽ ഒരുമിച്ച് നിലനിൽക്കുന്ന ആ താപനിലയാണ് നമ്മൾ തിളനില എന്ന് വിളിക്കുക. ഖരാങ്കം എന്ന് പറഞ്ഞാൽ എന്താ? ഖരാങ്കം എന്ന് പറഞ്ഞാൽ ദ്രാവകം ഖരമാകുന്ന അവസ്ഥയാണ്. ദ്രാവകം തിരിച്ച് ഖരം ദ്രാവകമാകുന്നത് ദ്രവീകരണം. ആ ഒരു താപനില, ആ പോയിന്റിനെ ദ്രവണാങ്കം എന്ന് വിളിക്കും. ഖരാങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച്, ദ്രാവകം ഖരമാകുമ്പോഴും അവരെന്താ? ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും അല്ലെ? ആ ദ്രാവക ഖരാവസ്ഥയിൽ അവരൊരു തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതിനെ നമ്മൾ ഖരാങ്കം എന്ന് വിളിക്കും. ഇനി ഉത്പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നേരിട്ട് ഖരം വാതകമായിട്ട് മാറും. ഖരം ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്നതിനെയാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയാം. ഇപ്പൊ കർപ്പൂരം നോക്കിക്കേ, കർപ്പൂരം നമ്മൾ കത്തിക്കുമ്പോൾ അത് വെള്ളമാവല്ലോ ചെയ്യുന്നത്, നേരിട്ട് വാതകമാവുക ചെയ്യുന്നത്. അതായത് ഖരം നേരിട്ട് വാതകമാവും ചൂടാക്കുമ്പോൾ. കർപ്പൂരം, അതുപോലെ തന്നെ പാറ്റ ഗുളികയുണ്ട്, പിന്നെ ഡ്രൈ ഐസ്, ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഡ്രൈ ഐസ്, കർപ്പൂരം, പിന്നെ അതുപോലെ അയോഡിൻ ഒക്കെ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളതാണ്. അയോഡിൻ, കർപ്പൂരം, ഡ്രൈ ഐസ് എന്നിവയ്ക്ക് ഉത്പതനം സംഭവിക്കുന്നവയാണ്. അപ്പോൾ ഈ ഉത്പതന സമയത്ത് ഈ ഖരം വാതകമാകുന്ന ഈ ഒരു അവസ്ഥ, ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന താപനിലയിൽ അവർ തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഒരു പദാർത്ഥത്തിൻ്റെ ഖരാവസ്ഥയും വാതകാവസ്ഥയും താപസന്തുലനത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഖരാവസ്ഥയും വാതകാവസ്ഥയുമാണ് തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിലനിൽക്കുക. ഇനി ജലത്തിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? ജലത്തിൻ്റെ ദ്രവണാങ്കമാണ് 0 ഡിഗ്രി സെൽഷ്യസ്. തിളനിലയാണ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഈ തിളനില, ജലം ബാഷ്പീകരിക്കുന്ന, ബാഷ്പമായി മാറുന്ന ആ ടെമ്പറേച്ചർ, തിളയ്ക്കുന്ന ബോയിലിംഗ് പോയിന്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ്. അത് ബോയിലാവുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഈ തിളനില 100 ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് ഫാരൻഹീറ്റിലും കെൽവിനിലും ഒക്കെ പറയാം. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് 373 കെൽവിൻ ആണ് അത്, അല്ലെങ്കിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇത് പഠിക്കാനായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ കൺവേർഷൻ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്കും ഫാരൻഹീറ്റിലേക്കും ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 373 കെൽവിൻ ആണ്. അതേപോലെ തന്നെ അത് 212 ഡിഗ്രി ഫാരൻഹീറ്റും ആണ്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ 0 ഡിഗ്രി എന്ന് പറഞ്ഞാലോ, 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ആണ്, അല്ലെങ്കിൽ അത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയാം, അല്ലെങ്കിൽ 273 കെൽവിനിലും പറയാം. അത് കെൽവിൻ സ്കെയിൽ, ഇത് ഫാരൻഹീറ്റ്, ഇത് ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ പറ്റും. അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതായത് ഇപ്പം നമുക്കിത് കെൽവിൻ ഉണ്ടെങ്കിൽ അതിനെ സെൽഷ്യസിലേക്ക് മാറ്റണം. ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണമെങ്കിൽ കെൽവിനിൽ നിന്ന് 273 മൈനസ് ചെയ്താൽ മതി. ശരിക്കും പറയാം 273.15 എന്നാണ്. അതിന് നമ്മൾ 273 ആയിട്ട് നിയർലി ഈക്വൽ ടു എടുക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് കെൽവിൻ സ്കെയിൽ കിട്ടിയാൽ അതിനെ ഡിഗ്രിയിലേക്കും മാറ്റാം, അല്ലെങ്കിൽ ഡിഗ്രി കിട്ടിയാൽ അതിനെ കെൽവിനിലേക്ക് മാറ്റാം. ഇതാണ് ആ റിലേഷൻ. അതേപോലെ ഫാരൻഹീറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5/9 ഇൻറ്റു F-32 ആണ്. F-32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരൻഹീറ്റിലുള്ള വാല്യൂ നമുക്ക് തരും. അതേ -32 ചെയ്യുക, ഇൻറ്റു 5/9 ചെയ്താൽ ഡിഗ്രി സെൽഷ്യസിലെ വാല്യൂ കിട്ടും. അല്ല, ഇനി നമുക്ക് ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടില്ലെങ്കിലോ, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടില്ലെങ്കിൽ ഈ 9/5 അങ്ങോട്ട് കൊണ്ടുപോവുക, ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ചെയ്താൽ ഫാരൻഹീറ്റും കിട്ടും. അതായത് ഇതിൽ നിന്ന് നമുക്ക് കെൽവിൻ കാണണമെങ്കിൽ ഇതേപോലെ കെൽവിൻ എന്ന് പറഞ്ഞാൽ C+273 ആണ്. കണ്ടോ? ഇങ്ങനെ രണ്ട് രീതിയിലും എഴുതാം. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതുക? സീനെ ഇത് മാറ്റി എഴുതണമെങ്കിൽ നമുക്ക് ഫാരൻഹീറ്റ് വേണം. ഫാരൻഹീറ്റ് വേണമെങ്കിൽ ഇതിനെങ്ങോട്ട് കൊണ്ടുപോകാം, 9/5 ആവും. 9/5 C പ്ലസ് 32 എന്ന് വരും. കണ്ടോ? ഇങ്ങനെയും വേണമെങ്കിൽ എഴുതാം, പ്ലസ് 32 എന്ന് വരും. ഇതാണ് ആ കൺവേർഷൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ വാല്യൂസ് പഠിച്ചു വയ്ക്കുക. ഇതിങ്ങനെ പഠിച്ചാലും മതി, അല്ലെങ്കിൽ ഈ വാല്യൂസ് ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ജലം തിളച്ച് ബാഷ്പമായി മാറുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ ബാഷ്പീകരണം
ഓക്കെ, അപ്പോൾ ബാഷ്പീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രാവകോപരിതലത്തിലെ തന്മാത്രകൾ ചുറ്റുപാടുകളിൽ നിന്ന് താപം സ്വീകരിച്ച് വാതകാവസ്ഥയിലേക്ക് പോകുന്നു. ദ്രാവകം വാതകമാകുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് വിളിക്കുക. അപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തന തത്വം ബാഷ്പീകരണമാണ് കേട്ടോ. റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തന തത്വം റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തന തത്വം ബാഷ്പീകരണമാണ്. ഇനി നമുക്ക് ഇത് 2-3 പോയിന്റും കൂടെ പഠിക്കാനുണ്ട്. എന്താണ് ദ്രവീകരണ ലീനതാപം, എന്താണ് ബാഷ്പീകരണ ലീനതാപം എന്താണ്? ആ പേരിൽ നിന്ന് തന്നെയുണ്ട്. ദ്രവീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഖരം ദ്രാവകമാവുന്നതാണ് അല്ലേ. അപ്പോൾ 1 കിലോഗ്രാം ഖരവസ്തു, ഇത് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഖരം ദ്രാവകമാവുന്നതിനെയാണ് ദ്രവീകരണം എന്ന് പറയാം. 1 കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാങ്കത്തിൽ വെച്ച്, അല്ലെങ്കിൽ ഖരം ദ്രാവകമാവുന്ന ആ താപനിലയാണ് ദ്രവണാങ്കം, അതിൻ്റെ ദ്രവണാങ്കത്തിൽ വെച്ചിട്ട് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായിട്ടും എന്തായിട്ട് മാറുക? ദ്രാവകമായി മാറുവാനായിട്ട് സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവ്. അതായത് ഖരം ദ്രാവകമാകുന്നതിനെയാണ് ദ്രവീകരണം എന്ന് പറയാം. ആ ഒരു ടെമ്പറേച്ചർ, ഇതിങ്ങനെ ഈ ഒരു അവസ്ഥ മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചറാണ് ദ്രവണാങ്കം. അപ്പോൾ 1 കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാങ്കത്തിൽ വെച്ചിട്ട് അത് പൂർണ്ണമായും ദ്രാവകമായി മാറാനായിട്ട് എത്ര താപം എടുക്കണം? അതിലെ താപത്തിനെ സ്വീകരിക്കണം അല്ലെങ്കിൽ താപത്തിന് വിട്ടുകൊടുക്കണം, എന്നാൽ മാത്രമേ അവസ്ഥ മാറുള്ളൂ. അപ്പോൾ ഖരം ദ്രാവകമാവുക എന്ന് പറഞ്ഞാൽ ഐസ് വാട്ടർ ആവാൻ എന്താ ചെയ്യുക? അത് താപത്തിന് എടുക്കും, നമ്മളതിനെ ചൂടാക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ എത്രമാത്രം താപം അവിടെ ആവശ്യമുണ്ട് അതിനെയാണ് ദ്രവീകരണ ലീനതാപം എന്ന് പറയുക. അപ്പോൾ ബാഷ്പീകരണ ലീനതാപം എന്തായിരിക്കും? ഇത് നേരെ തിരിച്ചു പറയാം. ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ ദ്രാവകം വാതകമാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ 1 കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളനില, ഇവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ തിളനിലയാണ്, അതിൻ്റെ തിളനിലയിൽ വെച്ചിട്ട് താപനിലയിൽ മാറ്റമില്ലാതെ പൂർണ്ണമായും എന്തായി മാറണം? വാതകമായി മാറുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവ്. ഓക്കെ, അതിൻ്റെ നേരെ തിരിച്ചു പറഞ്ഞാൽ മതി. ഇവിടെ ഖരം ദ്രാവകമായി മാറുമ്പോൾ സ്വീകരിക്കുന്ന താപം, ഇവിടെ ദ്രാവകം വാതകമായി മാറുമ്പോൾ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവിനെയാണ് ബാഷ്പീകരണ ലീനതാപം എന്ന് പറയാം. അപ്പോൾ ഇതിനൊക്കെ യൂണിറ്റ് ഉണ്ട്. ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ എന്ത് പറയും? ജൂൾ പെർ കിലോഗ്രാം ആണ്. ജൂൾ പെർ കിലോഗ്രാം ആണ് ഇതിൻ്റെ യൂണിറ്റ്. ഇവിടെ എന്ത് തന്നെയാണ്? ജൂൾ പെർ കിലോഗ്രാം ആണ് ഇവിടെയും യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുക ദ്രവീകരണ ലീനതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഇതാണ്, ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അങ്ങനെ കൂടെ ഓർത്തിരിക്കണം, ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണിത്. ഇതാണെങ്കിലോ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ഹീറ്റ് ഓഫ് ഇവാപ്പറൈസേഷൻ. ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ അങ്ങനെ നമുക്ക് പറയാം. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള കുറച്ച് താപനിലകൾ. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് 4 ഡിഗ്രി സെൽഷ്യസിനാണ്. അതേ 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കുറവ് വ്യാപ്തവും ഉള്ളത്. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്, ഏറ്റവും കുറവ് വ്യാപ്തമുള്ളതും 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി നമുക്കറിയാലോ മനുഷ്യൻ്റെ ശരീരോഷ്മാവ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? നമ്മൾ ശരിക്കും വാല്യൂ 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമ്മൾ നിയർലി ഈക്വൽ ടു 37 ഡിഗ്രി എന്നും പറയാറുണ്ട്, 37 ഡിഗ്രി സെൽഷ്യസ് എന്നും പറയാറുണ്ട്. ഇത് രണ്ടും ശരിയാണ്. 36.9 അല്ലെങ്കിൽ 37. അപ്പോൾ ഇതിനെ നമുക്ക് എന്തിലേക്കും കൂടെ കൺവേർട്ട് ചെയ്യണം? ഫാരൻഹീറ്റിലേക്ക്. അത് എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. 36.9 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് തന്നെയാണ് എന്ത്? 310 കെൽവിൻ എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ ഇതേണ്ടോ, ഇത് എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഫാരൻഹീറ്റിൽ പറയാൻ. അപ്പോൾ ബോഡി ടെമ്പറേച്ചറിൻ്റെ കറക്റ്റ് വാല്യൂ ഇതാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ നിയർലി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 37 ഡിഗ്രി സെൽഷ്യസ് എന്നോ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നോ എഴുതാം. ഇതാണ് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളത്. ഫാരൻഹീറ്റിൽ പറയാൻ പറയും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ആ വാല്യൂ പഠിച്ചു വയ്ക്കാം. ഇനി പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 120 ഡിഗ്രി സെൽഷ്യസിൽ. ശരിക്കും ജലം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷെ പ്രഷർ കുക്കറിൽ പ്രഷർ കൂടുതലാണ്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് തിളനിലയും കൂടും കേട്ടോ. അതുകൊണ്ട് പ്രഷർ കൂടുമ്പോൾ ഇത് പഠിക്കേണ്ടതാണ്. പ്രഷർ കൂടുമ്പോൾ തിളനില, ബോയിലിംഗ് പോയിന്റ് കൂടും, തിളനില കൂടും. ടെക്സ്റ്റിലുള്ളതാണ്. പ്രഷർ കൂടുമ്പോൾ തിളനില കൂടും. പ്രഷർ കൂടുമ്പോൾ പക്ഷേ എന്ത്? മെൽറ്റിംഗ് പോയിന്റ്, അതിൻ്റെ ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് കുറയുകയാണ് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് റിലേഷൻ പഠിക്കണേ. പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു, പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയുന്നു. ഇതാണ് ഇതിൻ്റെ റിലേഷൻ.
ഓക്കെ, അപ്പോൾ പ്രഷർ കുക്കറിൽ 120 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത്. ഇനി സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില എത്രയാണ്? സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? പണ്ട് ചോദിച്ചിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം 1063 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കമാണെങ്കിൽ 3410 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം ഉള്ളതാണ് ടങ്സ്റ്റൺ. അപ്പോൾ ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം 3410 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി മെർക്കുറി ഖരമായി മാറുന്ന താപനില ഊഷ്മാവ്. മെർക്കുറി ഖരമായി മാറുന്ന ഊഷ്മാവാണ് -39 ഡിഗ്രി സെൽഷ്യസ്. ചോദിച്ചിട്ടുള്ളതാണ്. -39 ഡിഗ്രി സെൽഷ്യസ് ആണ് മെർക്കുറി ഖരമായി മാറുന്ന ഊഷ്മാവ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതിൽ ജലത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉള്ളത് 4 ഡിഗ്രി സെൽഷ്യസിൽ. അതിൽ തന്നെയായിരിക്കും സാന്ദ്രത കൂടിയ വ്യാപ്തം കുറയുന്നത് നമുക്കറിയാം. സാന്ദ്രതയും വ്യാപ്തം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇവിടെ സാന്ദ്രത കൂടുതലാണെന്ന് പറഞ്ഞാൽ അവിടെ വ്യാപ്തം കുറവാണെന്നാണ് അർത്ഥം. പിന്നെ മനുഷ്യൻ്റെ ശരീരോഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലാണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം 1063 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം 3410 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി മെർക്കുറി ഖരമായി മാറുന്ന ഊഷ്മാവ് എത്രയാണ്? -39 ഡിഗ്രി സെൽഷ്യസുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് താപവും ഊഷ്മാവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പോയിന്റ്സും നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.